കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ഞാനിതാ ഒരു ചെറിയൊരു കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രഷറൊക്കെ കുറവുള്ള വെറും ലോക്കൽ ഗണ്ണ് വെച്ച് അടിച്ചതാണ്. ഇതാ നോക്ക്, ഇത്രയും ഫിനിഷിങ് വരുമെന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല. എനിക്കാണെങ്കിൽ അറിയതുമില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് പ്രഷർ കുറച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രഷർ കുറയും, പിന്നെ വെയിറ്റ് ചെയ്യണം. കണ്ടോ, ഞാൻ ഈ ഒരു പാനലടിച്ചു, ഈ ബമ്പർ അടിച്ചു. 25 ഗ്രാം പെയിൻറ്റ് മാത്രമേ എടുത്തുള്ളൂ. 200 വാങ്ങിച്ചതിൽ 25. നമ്മൾ കുറച്ച് അടുത്ത് പോയി നോക്കുകയാണെങ്കിൽ ഉള്ളിലെ പാടുകളൊക്കെ കാണാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പൂശി വിട്ടതേ ഉള്ളൂ. 25 ഗ്രാം പെയിൻറ്റ് ഇപ്പം തന്നെ നല്ലൊരു വൃത്തിയായി. നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇനി ക്ലിയർ അടിച്ച് വിടുകയാണെങ്കിൽ അത് മതി, സംഭവം ഓക്കെയാണ്. അപ്പോൾ 200-ന് എനിക്ക് തോന്നുന്ന വണ്ടി മൊത്തം അടിക്കാമെന്നായിരുന്നു. ഞാൻ കടയിൽ ചോദിച്ചപ്പം 1 ലിറ്റർ വേണ്ട വരുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഇതും അടിക്കാം, ഈ പീസും അടിക്കാം. അതിൻ്റെ മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഷെയ്ഡ് പോലെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഇത് നല്ല വൃത്തിയായിട്ടുണ്ട്. ദൂരെ നോക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ കുറച്ച് അടുത്ത് പോയി നോക്കുകയാണെങ്കിൽ ഉള്ളിലെ ആ പാടുകൾ, സാൻഡ് ചെയ്തതിൻ്റെയൊക്കെ ചെറിയ പാടുകൾ അത്ര കാര്യമായിട്ട് കുനിഞ്ഞു നോക്കിയാലേ കാണുള്ളൂ. അത് ക്ലിയർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫില്ലാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ സംഭവം കൊള്ളാം. ഉണ്ടോ, ഈ പാനലും ഇതും പിന്നെ ഇവിടെ ഒന്നും കൂടി ഒന്ന് പൂശാം. നമുക്കൊരു 50 ഗ്രാം പെയിൻറ്റ് നമുക്ക് ഫ്രണ്ടിലടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 200 കറക്റ്റാവും. 50 സൈഡ്, 50 പുറകിൽ, 50 ഈ സൈഡും 50. ടോപ്പ് അടിക്കുന്നില്ല കേട്ടോ. ഈ ഒരു സംഭവം ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ നിർത്തി വെച്ച് ഉപയോഗിക്കുക. ഇതിൻ്റെ എയർ വെൻറ്റിലേഷനൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കിടത്തുവാണെങ്കിൽ കുറച്ച് അധികമായിട്ട് ചൂടാകുന്നുണ്ട്. ഇതിങ്ങനെ നിർത്തുവാണെങ്കിൽ കണ്ടോ, ഇതിനകത്തൂടെ എയർ നല്ല രീതിയിൽ പാസ്സാകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹോളുണ്ട്. ഞാനൊരു ഇത്രയും പെയിൻറ്റ് എടുത്തിട്ടുള്ളൂ. ഇതൊരു 25-നടുത്ത് കാണും. ഇനി നമ്മൾക്ക് കുറച്ച് തിന്നർ ഒഴിച്ച് കൊടുക്കാം. PU തിന്നറാണേ. PU പെയിൻറ്റിന് PU തിന്നർ, മെറ്റാലിക് പെയിൻറ്റിന്. ഇത് ഞാൻ തിന്നർ വാങ്ങിച്ച് വെക്കാമല്ലോ, നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. ഏകദേശം ഒരു ലെവൽ നോക്കി അടിച്ചാൽ മതി. 1:1. 1:1 ലിറ്ററിന് ഒരു 700, 750, 800 ഈ ലെവലിൽ അടിച്ചാൽ മതി. ഞാനിപ്പം നമ്മൾ സ്ലോ ആയിട്ടാണല്ലോ അടിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ തിന്നർ എടുത്തതാണേ. കഴിഞ്ഞ ദിവസം ആ വെപ്രാളത്തിൽ പെയിൻറ്റ് അരിക്കാൻ മറന്നുപോയി. പിന്നെ ഗണ്ണ് കഴുകാനൊക്കെ ലൂസ് കിട്ടും. തിന്നറാണ് കേട്ടോ, വേറെ ഒന്നുമല്ലേ. ഇതിന് 50 രൂപ, ലിറ്ററിന് 100 രൂപ. പെയിൻറ്റ് അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. 35 പ്രഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 35 ഫില്ലായിട്ട് ഇത് ഓഫ് ആയേക്കുവാണ്. ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നു, കണ്ടിന്യൂസ് അടിക്കാൻ പറ്റത്തില്ല. അതിനുള്ള ഫ്ലോ ഇതിനകത്തുനിന്ന് കിട്ടത്തില്ല. മെല്ലെ നിർത്തി സാവധാനം അടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പണി നടക്കത്തുള്ളൂ. തുടക്കത്തിൽ കണ്ടോ, നല്ല പ്രഷറാണ്. ഫാൻ ഓണാക്കുന്നില്ല, നമ്മൾ പാറ്റേൺ ഒന്നും ഇടുന്നില്ല. ഫാന് ഇങ്ങനെ കുറച്ച് വീതിയിൽ വരുന്ന രീതിയിൽ ഇടുന്നില്ല. സ്പോട്ട് റൗണ്ടിലുള്ളത് മാത്രം ഇട്ടാണ് അടിക്കുന്നത്. ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ എയർ കൺസ്യൂം ചെയ്യും. അപ്പോൾ തുടങ്ങുമല്ലേ. ഈ ഒരു സ്പീഡിലേ അടിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, പ്രഷർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ സാവധാനം അടിച്ചെടുക്കണം. നമ്മളതിനാണ് കുറച്ച് തിന്നർ കൂട്ടിയിട്ടത്. ഇത് കംപ്ലീറ്റ് ആയി കേട്ടോ. എനിക്ക്
പറയാലോ, പെയിൻറ്റ് ഞാൻ ആദ്യമായിട്ട് അടിക്കുന്നതാണ്. ചെറിയ സ്പോട്ട് പോലെ ഉണ്ടാവും, അത് ഉണങ്ങി കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാവും. ഇന്നലെ ചെറിയ മാർക്ക് പോലെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കും എല്ലാം നല്ല ലെവലായി. ഇവിടെയും കൂടി നമ്മൾക്ക് ചെറിയൊരു ഇത് ഇന്നലെ ലൈറ്റായിട്ടൊരു കോട്ടയെ കൊടുത്തിട്ടുള്ളൂ. നമ്മൾക്ക് ഇവിടെയൊക്കെ ചെറിയൊരു ഡാർക്ക് പോലെയൊക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് നോട്ടം കിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ, ഈ ഒരു പോർഷനിൽ. ഇവിടെ ആ അകത്തുള്ള ചെറിയ ലൈനുകളുണ്ട്, നമ്മൾ പേപ്പർ ഇട്ട് പിടിച്ചപ്പോൾ അത് സൂക്ഷിച്ച് അതിൻ്റെ അടുത്ത് പോയി നോക്കുവാണെങ്കിൽ സംഭവം കാണുന്നുണ്ട്. ദൂരത്തുനിന്ന് നോക്കുവാണെങ്കിൽ നല്ല വൃത്തിയാണ്. ഇവിടെ എല്ലാം കൂടി ഒരു പീസ് അടിച്ച് ഒരു ചെറിയൊരു കോട്ടടിച്ചിട്ട് നമ്മൾക്ക് ഇവിടെ അടിക്കാം. നല്ല പ്രഷറുണ്ടെങ്കിൽ സംഭവം കിടുവാണ്, ആർക്കും അടിക്കാം. ഇത് ബ്രഷിന് അടിക്കുന്നതിനേക്കാളും ഈസിയാണ്, ഞാൻ പറയാമല്ലോ, ബ്രഷിന് അടിക്കുന്നതിനേക്കാളും ഈ സംഭവം ഈസിയാണ്. ഈ സംഭവം ഇവിടെ ഒരു ഷെയ്ഡുണ്ട്. ഇതിങ്ങനെ ഇറക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഗണ്ണടിക്കുമ്പം ചെറുതായിട്ട് അമർത്തുമ്പം ആദ്യം എയർ വരും, പിന്നെ നല്ലപോലെ അമർത്തുമ്പോഴാണ് പെയിൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അമർത്തി വിടുക. ആദ്യം ആ പെയിൻറ്റ് വരേണ്ട ആവശ്യമില്ല, എയർ വരേണ്ട ആവശ്യമില്ല നമ്മൾക്ക്. അത്രയും വരുന്ന എയർ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് ഒറ്റ അമർത്തലാണ്, പകുതി അമർത്തുന്ന പരിപാടിയില്ല, മൊത്തത്തിൽ ഒറ്റ അമർത്തലാണ്. അപ്പോൾ ആ അമർത്തലിൽ പെയിൻറ്റിങ് വന്നോളും. ആദ്യത്തെയുള്ള ആ നമ്മൾ ആദ്യം വരുന്ന ആ എയർ നഷ്ടമാണല്ലോ, അത് നഷ്ടമാകുന്നില്ല. നമുക്ക് ആ വരുമ്പോൾ പെട്ടെന്ന് അമർത്തുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലോയും ഉണ്ടാവും, പെയിൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു പാച്ച് പോലെ കാണുന്നുണ്ടായിരുന്നു, അതിപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. മിററിനടിച്ചു, ഓക്കെ, അടിപൊളി. എടുത്ത പെയിൻറ്റും തീർന്നു. ഇനി ബ്രേക്കാണ്, ഇനി നമ്മൾക്ക് നാളത്തെ പരിപാടിയേ ഉള്ളൂ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. അടിപൊളിയായില്ലേ? ഇതൊക്കെ ചീള് കേസ് കേട്ടാണ്. അധികം ആഡംബരമൊക്കെ വേണ്ടവർക്ക് പുറത്ത് പോയി അടിച്ചാൽ മതി, ഇല്ലേ ഇമാതിരി പരിപാടി. ഇതിൻ്റെ പൈസ വരുന്നത് ഇതിൻ്റെ മാസ്കിങ്ങും ആദ്യമുള്ള ചുരണ്ടലും പറിക്കലും പൊട്ടിയിടില്ല, അതിനൊക്കെയാണ് പൈസ വരുന്നത്. മെറ്റാലിക് പെയിൻറ്റിന് 2000 രൂപ കേട്ടോ ലിറ്ററിന്. തിന്നറിന് PU തിന്നറിന് എത്ര രൂപ? 300 രൂപ. ഇതൊക്കെയാണ് വില കൂടുതൽ സാധനങ്ങൾ. അല്ലാത്ത സാധാരണ തിന്നർ 100 രൂപ ലിറ്ററിന്. അപ്പോഴിനി പണി മതിയാക്കാം, ഗണ്ണൊന്ന് കഴുകി വെക്കണം. ഗണ്ണ് കഴുകാൻ വേണ്ടി ഇതാ 1/2 ലിറ്റർ 50 രൂപ.